ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഏകാദശി വരുന്നു. കാമിക ഏകാദശി ശ്രാവണ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ഏകാദശിയാണ് കാമിക ഏകാദശി. ജൂലൈ 31 കാമിക ഏകാദശിയായിട്ട് നമ്മൾ ആചരിക്കുന്നത്. ഏകാദശി തിഥി തുടങ്ങുന്നത് ജൂലൈ 30 വൈകുന്നേരം 4:44 മുതൽ ജൂലൈ 31 വൈകുന്നേരം 3:55 വരെയാണ്. ഏകാദശിയും മഹാദ്വാദശിയും ചേർന്ന് വരുന്ന ജൂലൈ 31 നമ്മൾ ഏകാദശിയായിട്ട് ആചരിക്കുന്നത്. ഒരിക്കൽ അർജുനൻ ശ്രീകൃഷ്ണനോട് ചോദിക്കുകയാണ്, ശ്രാവണ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ഏകാദശിയെപ്പറ്റി വിശദീകരിക്കാമോ എന്ന്. ഉടനെ മഹാവിഷ്ണു അർജുനനോട് പറയുകയാണ്, അല്ലയോ വില്ലാളി വീര, ശ്രാവണ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ പുണ്യ ഏകാദശിക്ക് കാമിക ഏകാദശി എന്നാണ് പറയുന്നത്. ഒരിക്കൽ നാരദരോട് ഭീഷ്മ പിതാമഹൻ ഈ ഏകാദശിയുടെ വിശേഷം പറഞ്ഞു കൊടുത്തിരുന്നു. അത് ഇപ്രകാരമാണ്. ഈ ഏകാദശിയുടെ കഥ കേട്ടാൽ പോലും മഹായാഗങ്ങൾ ചെയ്യുന്നതിൻ്റെ ഫലമാണ് ലഭിക്കുന്നത്. കാമിക ഏകാദശി വ്രതത്തിൽ ഭഗവാൻ മഹാവിഷ്ണുവിനെ ചതുർബാഹ രൂപത്തിലാണ് ആചരിക്കേണ്ടത്. ഈ ഏകാദശി നാളിൽ വിഷ്ണു ഭഗവാനെ ധൂപം, വിളക്ക്, നൈവേദ്യം മുതലായവ കൊണ്ട് പൂജിക്കുന്നവർക്ക് ഗംഗാസ്നാനം ചെയ്യുന്നതിനേക്കാൾ മികച്ച ഫലം ലഭിക്കും. സൂര്യഗ്രഹണ സമയത്തും ചന്ദ്രഗ്രഹണ സമയത്തും കേദാരത്തിലും കുരുക്ഷേത്രത്തിലും സ്നാനം ചെയ്താൽ ലഭിക്കുന്ന പുണ്യം കാമിക ഏകാദശി നാളിൽ മഹാവിഷ്ണുവിനെ ഭക്തിയോടെ ഭജിക്കുന്നതിലൂടെ ലഭിക്കും. ശ്രാവണ മാസത്തിൽ മഹാവിഷ്ണുവിനെ ഭക്തിപൂർവം ആചരിച്ചാൽ ലഭിക്കുന്ന ഫലം കടലും കാടും ഉൾപ്പെടെയുള്ള ഭൂമി ദാനം ചെയ്താലുള്ള ഫലത്തിനേക്കാൾ വലുതാണ്. ഗണ്ഡകി നദിയിൽ സ്നാനം ചെയ്യുന്നതിനേക്കാൾ വലിയ ഫലമാണ് ഈ ദിവസം ഈശ്വര ആരാധനയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ശ്രാവണ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ കാമിക ഏകാദശിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും ലഭിക്കും. ലോകത്തിൽ വലിയ പാപങ്ങളിൽ കുടുങ്ങി അകപ്പെട്ടവർ അതിൽ നിന്നൊക്കെ മോചനം നേടാൻ കാമിക ഏകാദശി വ്രതം അനുഷ്ഠിക്കണം. കാമിക ഏകാദശി വ്രതാനുഷ്ഠാനത്തിലൂടെ സകലവിധ പാപങ്ങളും നശിക്കും. ഇതിലുമധികം പാപങ്ങളെ നശിപ്പിക്കാൻ ലോകത്ത് മറ്റൊരു പ്രതിവിധി ഇല്ല. ഈ ദിവസം ഭഗവാൻ മഹാവിഷ്ണുവിനെ തുളസിക്കതിർ കൊണ്ട് ഭക്തിപൂർവ്വം പൂജിക്കണം. ഭഗവാൻ ശ്രീഹരിയെ തുളസിച്ചെടി കൊണ്ട് പൂജിച്ചാൽ ലഭിക്കുന്ന ഫലം 1 തവണ സ്വർണവും 4 തവണ വെള്ളിയും ദാനം ചെയ്യുന്നതിന് തുല്യമാണ്. രത്നങ്ങൾ, മുത്തുകൾ തുടങ്ങിയവയേക്കാൾ വിഷ്ണു ഭഗവാന് തുളസിച്ചെടിയാണ് കൂടുതൽ ഇഷ്ടം. തുളസിച്ചെടി കൊണ്ട് ഭഗവാനെ പൂജിക്കുന്നവരുടെ എല്ലാ പാപങ്ങളും നശിക്കും. ഈ വിധം കാമിക ഏകാദശിയുടെ ഗുണഫലങ്ങളെപ്പറ്റി ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് വിശദീകരിച്ച് കൊടുക്കുകയാണ്. ഹരേ കൃഷ്ണ. കാമിക ഏകാദശി ജൂലൈ 31 നമ്മൾ വിധിപ്രകാരം ആചരിക്കേണ്ടത്. ഭാരതത്തിലുള്ളവരും നമ്മൾ സ്ഥിരമായി പറയുന്ന ഗൾഫ് രാജ്യങ്ങളിലുള്ള ആളുകളും അതുപോലെ അമേരിക്ക, ഓസ്ട്രേലിയ, UK, സിംഗപ്പൂർ, സാംബിയ, ന്യൂസിലാൻഡ്, മാലദ്വീപ്സ്, ബ്രിട്ടീഷ് കൊളംബിയ, കാനഡ, അർമേനിയ, അതുപോലെ തന്നെ ചൈന, ഇസ്രായേൽ, പിന്നെ നമ്മൾ സ്ഥിരമായി പറയുന്ന ഗൾഫ് രാജ്യങ്ങൾ, നമ്മൾ സ്ഥിരമായി പറയുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം. ഇത് കൂടാതെ മറ്റേതെങ്കിലും സ്ഥലങ്ങളുണ്ടെങ്കിൽ കാണുന്നവരുണ്ടെങ്കിൽ കമൻ്റ് ചോദിക്കുക, പറയാം. അപ്പോൾ ഇവർക്കെല്ലാവർക്കും തന്നെ വൈഷ്ണവ സമ്പ്രദായം അനുസരിച്ചിട്ടുള്ള കാമിക ഏകാദശി ജൂലൈ 31 ജൂലൈ 31 ഏകാദശി ആകുമ്പോൾ ജൂലൈ 30 നമ്മൾ ഒരു നേരം അരിഭക്ഷണം, ശുദ്ധാഹാരം, ഇരുന്ന് നാമം ചൊല്ലുക, പ്രാർത്ഥിക്കുക.
31-ാം തീയതി വിധിപ്രകാരം ഏകാദശി എടുക്കുക. 1-ാം തീയതി പാരണ വീടുക. ബാക്കി വിശേഷങ്ങൾ, അതായത് പാരണ സമയവും ഭക്ഷണ കാര്യങ്ങളെ പറ്റിയും ഒക്കെ അടുത്ത വീഡിയോ ആയിട്ടിടാം. ദിവസം ഓർമ്മിപ്പിച്ച് വെച്ചുവെന്നേ ഉള്ളൂ. എല്ലാവരും ആ രീതിക്കായി തയ്യാറെടുക്കുക. അതുപോലെ ഏകാദശി ഭക്ഷണങ്ങൾ നമ്മുടെ സെക്കൻഡ് ചാനലിൽ കൗസ്തുഭം വെജ് ഫുഡ്സ് എന്ന് പറഞ്ഞ ചാനലിൽ നമ്മൾ ചൊവ്വരി കൊണ്ടുള്ള ഭഗവാനെ നേദിക്കാനുള്ള പ്രസാദവും അതുപോലെ തന്നെ ഏകാദശി പുഴുക്കിൻ്റെയൊക്കെ വീഡിയോകൾ ഇട്ടിട്ടുണ്ട്. അതെല്ലാം കാണണം. അതുപോലെ രാമായണം സീരീസ് കഥഭാഗത്തിൽ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. അതും എല്ലാവരും കാണണം. എല്ലാവരും നാമം ചൊല്ലണം, പ്രാർത്ഥിക്കണം, ഏകാദശിക്കായിട്ട് തയ്യാറെടുക്കുക. ഏകാദശി സംശയങ്ങൾ ചോദിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. ഹരേ കൃഷ്ണ.